കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം തന്നെയാണ് ഇന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച സംയുക്താക്രമണം 51 ദിവസം പിന്നിടുകയാണ്. താൽക്കാലിക വെടിനിർത്തലിന്റെ സമയം ബുധനാഴ്ച വരെയാണ്. വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനമെങ്കിലും ഉണ്ടാകണം എന്നതാണ് ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അതിന് എന്താണ് വേണ്ടത്? ചർച്ചകൾ നടക്കണം. എല്ലാ കണ്ണുകളും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ്. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ എത്തും എന്നത് ട്രംപ് അറിയിച്ചുവെങ്കിലും ട്രംപിന്റെ ഭീഷണിയും വെടിനിർത്തലിനിടയിലും ഇറാൻ കപ്പൽ ആക്രമിച്ച നടപടിയും ചർച്ചയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു. ചർച്ചകൾക്കില്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. വലിയ ആശങ്കയുയർത്തുന്ന സാഹചര്യമാണ് ഇതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇറാൻ കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ വെടിയുതിർത്തത് വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ വന്ന പോസ്റ്റിൽ ഇറാനുമായുള്ള ചർച്ചകൾക്കായി US പ്രതിനിധികൾ നാളെ വൈകുന്നേരത്തോടെ, അതായത് ഇന്ന് വൈകുന്നേരത്തോടെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പോൾ ചർച്ചകൾ നടക്കും എന്നതിന്റെ ഒരു സൂചന ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ അതേ പോസ്റ്റിൽ തന്നെ പിന്നീട് ഭീഷണിയുടെ സ്വരമായിരുന്നു ട്രംപിന്. തങ്ങൾ വളരെ ന്യായമായ ഒരു കരാറാണ് മുന്നോട്ട് വെക്കുന്നത്, ഇറാൻ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളെയും എല്ലാ പാലങ്ങളെയും തകർക്കാൻ പോവുകയാണ് എന്നതാണ് ട്രംപ് പറഞ്ഞത്. അവർ വേഗത്തിൽ താഴെ വീഴും, എളുപ്പത്തിൽ താഴെ വീഴും അവർ കരാർ സ്വീകരിച്ചില്ലെങ്കിൽ എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞ 47 വർഷമായി മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാൻ തനിക്ക് അനുമതി ലഭിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്നതാണ് ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് പറഞ്ഞത്. ഇറാൻ എന്ന കൊല്ലുന്ന യന്ത്രത്തെ അവസാനിപ്പിക്കേണ്ട സമയമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഒരു ചർച്ചയുടെ സാഹചര്യവും സാധ്യതകളും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വലിയ ഭീഷണിയുടെ സ്വരമാണ് ട്രംപ് ഇന്നലെ ആ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ സംഘം എത്തുന്നത്. കഴിഞ്ഞ ചർച്ച എവിടെയും എത്താതെ പിരിഞ്ഞ സാഹചര്യം നമുക്കറിയാം. ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. വാഷിംഗ്ടൺ തുടർച്ചയായി നിലപാടുകൾ മാറ്റുകയാണെന്നും നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്നും ഈ ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ ഈ പോസ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടേത് അമിത ആവശ്യങ്ങളാണ് എന്നതാണ് ഇറാൻ പറയുന്നത്. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇറാനിലെ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. ചർച്ചയ്ക്ക് സമ്മതിച്ചെന്ന വാർത്തകൾ തെറ്റാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുമാണ് ഇറാൻ ഈ വിഷയത്തിൽ അറിയിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഭീഷണിയുടെ സ്വരം തന്നെ എടുത്ത് പ്രയോഗിക്കാൻ ഇന്നലെ തയ്യാറായത്. എന്നാൽ അവിടം കൊണ്ട് തീർന്നോ? അവിടം കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാകയണിഞ്ഞ കപ്പൽ തടഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. US നാവിക കപ്പലായ USS സ്പ്രൂൺസ് ടൗസ്ക എന്ന കപ്പലിനെ തടഞ്ഞു. ആദ്യം അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിയൻ സംഘം അത് കേൾക്കാൻ തയ്യാറായില്ല. പിന്നാലെ തങ്ങളുടെ നാവിക കപ്പൽ അവരുടെ കപ്പലിനെ തടഞ്ഞു. കപ്പലിന്റെ പൂർണ്ണ അവകാശം ഞങ്ങൾക്കുള്ളതാണ്, അതിലെന്താണ് എന്ന് പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ മറ്റൊരു പോസ്റ്റ് വരുന്നു. പിന്നാലെ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അതിന് വെടിയുതിർക്കുന്ന ശബ്ദം ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കേൾക്കാം. Motor Vessel Toska, vacate your engine room. Vacate your engine room. We're prepared to subject you to disabling fire. അപ്പോ അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാകയേന്തിയ കപ്പലിന് നേരെ US നാവികസേന വെടിവെക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ഒരു വെടിനിർത്തൽ ഉള്ള ഘട്ടത്തിലാണ് ഈ വെടിവെയ്പ് നടക്കുന്നത്. അതും ഒരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വലിയ പ്രകോപനമായാണ് ഇതിനെ ഇറാൻ കണ്ടത്. കപ്പൽ US പിടിച്ചെടുത്തു എന്നത് സ്ഥിരീകരിച്ച ഇറാൻ US-ന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വ്യക്തമാക്കിയത്. ചർച്ചയ്ക്കില്ലെന്ന നിലപാടും പിന്നീട് ഇറാൻ ആവർത്തിച്ചു.
അമേരിക്കയുമായി പുതിയ ചർച്ചകൾക്ക് പദ്ധതിയില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ വ്യക്തമാക്കി. നേരത്തെ ചർച്ചകൾക്കിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മറക്കാൻ കഴിയില്ല. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക അത് ലംഘിച്ചുവെന്നും അബ്ബാസ് അഗ്രച്ചി പറഞ്ഞു. അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുൻപ് ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായിരുന്നു. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ് എന്നതാണ് ഇറാൻ പറയുന്നത്. പുതിയ ആക്രമണം ആരംഭിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടിയായിരിക്കും ഇറാൻ സമ്മാനിക്കുക എന്നുകൂടി ഇറാന്റെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഇന്ന് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ചർച്ചയ്ക്കില്ല, യുദ്ധത്തിന് തയ്യാറാണെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ എല്ലാ ഒരുക്കങ്ങളും ചർച്ചകൾക്ക് വേണ്ടി പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഹോട്ടൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രതിനിധികൾ എത്തും. ജെഡി വാൻസിന്റെ നേതൃത്വത്തിലായിരിക്കും അമേരിക്കൻ സംഘം ഇത്തവണയും എത്തുക എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യം ബോധ്യപ്പെടുക എന്നതാണ് ഷഹബാസ് ഷെരീഫിന്റെ ഈ ഫോൺ വിളിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഏകദേശം 45 മിനിറ്റ് ഈ സംഭാഷണം നീണ്ടു എന്നതാണ് മനസ്സിലാകുന്നത്. സംഭാഷണം ഊഷ്മളവും സൗഹൃദപരമായിരുന്നു എന്ന് പാകിസ്ഥാൻ അറിയിച്ചുവെങ്കിലും ഇറാന്റെ നിലപാട് എന്താണ് എന്നത് പാകിസ്ഥാനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതായത് ആണവ വിഷയങ്ങൾ ഉൾപ്പെടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. മാത്രവുമല്ല, ഈ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നത് ഇറാൻ പാകിസ്ഥാനെ ധരിപ്പിച്ചിരിക്കുന്നു. ഓരോ ചർച്ചയുടെ ഘട്ടത്തിലും അമേരിക്ക ഉണ്ടാക്കിയ പ്രകോപനങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള നിലപാട് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ വ്യക്തമാകുന്നത് ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഡീൽ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിലെ ഓരോ പാലവും വൈദ്യുതി പ്ലാന്റും അമേരിക്ക തകർക്കും എന്ന ഭീഷണിയാണ് ഇന്നലെ ട്രംപ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇറാന്റെ കില്ലിംഗ് മെഷീൻ തകർക്കാൻ സമയമായി എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ രാജ്യവും അമേരിക്കയും ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നാണ് ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് നെതന്യാഹു പറഞ്ഞത്. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്നത് നമ്മുടെ നാശമാഗ്രഹിക്കുന്ന, യുഎസിനെ തകർക്കാൻ ശ്രമിക്കുന്ന, പാശ്ചാത്യ നാഗരികതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാൻ എന്ന വലിയ ഏകാധിപത്യത്തിനെതിരെ അമേരിക്കയുമായി ചേർന്ന് ഞങ്ങൾ പോരാടുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഓപ്പറേഷനെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വലിയ നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൈവരിച്ചു, അത് അവസാനിച്ചിട്ടില്ല, ഏത് നിമിഷവും പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാം എന്ന ഒരു സൂചന കൂടി ബെഞ്ചമിൻ നെതന്യാഹു നൽകുകയാണ്. ഏതാണ്ട് ട്രംപും സമാനമായ നിലയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. 47 വർഷം അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കഴിയാതിരുന്ന കാര്യം താൻ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള അവകാശവാദമാണ് ട്രംപും ഉയർത്തുന്നത്. എന്തായാലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. പരസ്പരം പുകഴ്ത്തി അമേരിക്കയും ഇസ്രയേലും നീങ്ങുന്നു. ചർച്ചകൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിച്ച് ട്രംപ് തന്നെ എല്ലാം വഴിതിരിച്ചു വിടുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വെടിനിർത്തൽ എന്നത് ബുധനാഴ്ച വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയോടുകൂടി വെടിനിർത്തലിന്റെ സമയം തീരുകയാണ്. എന്ത് സംഭവിക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നതാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഈ 51 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഇതിന്റെ കെടുതികൾ എല്ലാ രാഷ്ട്രങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളുടെ അടുക്കളകളിൽ വരെ ആ യുദ്ധക്കെടുതികൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന് ഒട്ടും ഉതകുന്ന സമീപനമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ പ്രകോപനങ്ങളിൽ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് ഇറാനും എത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ചർച്ച എന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.